ട്രംപ് നടത്തുന്ന ഓരോ നീക്കവും അതീവ അപകടകരമായിട്ടുള്ള നീക്കമാണെന്നുള്ള മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിലേക്ക് യുദ്ധക്കപ്പൽ അയച്ചുകൊണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ കാര്യങ്ങൾ അതീവ സങ്കീർണമായി മാറുന്ന, ഏറെ ഗുരുതരമായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും ഇനി മുന്നോട്ട് കാണേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഉയർത്തുന്നു. ട്രംപ് ആവർത്തിച്ചു പറയുന്നു, മുസ്തഫ ജീവനോടെയില്ല, ഖമനേയിയെ തീർത്തു കളഞ്ഞിരിക്കുന്നുവെന്ന്. എന്നാൽ ഗുരുതരാവസ്ഥയിൽ മരണത്തോട് മല്ലിടുന്നുവെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടെന്നും, പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിൽ ഒരുപക്ഷെ ഒരു കാല് തന്നെ നഷ്ടപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുമെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. ഫെബ്രുവരി 28 നടന്ന അമേരിക്ക-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ അന്ന് മുസ്തഫയ്ക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചുവെന്ന് വേണം അനുമാനിക്കേണ്ടത്. മുസ്തഫ ഏതോ ഒരു രൂപത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകാമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സംശയം പ്രകടിപ്പിച്ചത്. മുസ്തഫയുടെ ശാരീരികാവസ്ഥ ഏറെ മോശമായതിനെ തുടർന്ന് ഇറാന്റെ വാർത്താവിനിമയ സംവിധാനങ്ങളും ഔദ്യോഗിക സന്ദേശങ്ങളും ഒക്കെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സാണ് ഏറ്റെടുത്തിരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. പുറം ലോകത്തേക്ക് എത്തുന്ന മുസ്തഫയുടെ സന്ദേശങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും IRGC കർശനമായി തന്നെ നിരോധിച്ചിട്ടുണ്ട്. പരിശോധിച്ചു മാത്രമേ, വേണ്ടവ മാത്രമേ പുറത്തു വിടുകയുമുള്ളൂ. തൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും മുസ്തഫ നേരിട്ടെത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ചിത്രങ്ങളോ മറ്റു ദൃശ്യങ്ങളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹം സംസാരിക്കുന്നതോ അഭിസംബോധന ചെയ്യുന്നതോ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതോ ഒന്നും തന്നെ ഇതുവരെയും ആരും കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം മാത്രമായിരുന്നു അന്ന് ആ ചടങ്ങിൽ പ്രദർശിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇത് ഇറാന്റെ ഭരണാധികാരിയായി തുടരാനുള്ള അദ്ദേഹത്തിൻ്റെ ശാരീരിക ശേഷിയെക്കുറിച്ച് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തിന് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമോ? മടങ്ങിയെത്തിയാലും അദ്ദേഹത്തിന് കരുത്തുറ്റ നേതാവായി ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അങ്ങനെ വന്നാൽ ഇസ്രയേലും അമേരിക്കയും വെറുതെയിരിക്കുമോ? പുതിയ പരമോന്നത നേതാവിനെ തന്നെ തീർക്കാനുള്ള പദ്ധതികളുമായി അവർ രംഗത്ത് വരില്ലേ? പലവിധ സംശയങ്ങൾ. രാജ്യത്ത് ഭരണപരമായ അസ്ഥിരതയും പരിഭ്രാന്തിയും ഒക്കെ തന്നെ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് വളരെ രഹസ്യമായി അതീവ സുരക്ഷയിൽ IRGC ഈ വിവരങ്ങളും അദ്ദേഹത്തെയും സൂക്ഷിക്കുന്നത്. പരിക്കേറ്റതിന് ശേഷം ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ മാത്രമേ മുസ്തഫയെ നേരിട്ട് കണ്ടിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുസ്തഫ ഖമനേയിക്ക് ചലനശേഷി തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എന്നത് തിരികെ എത്തുമെന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ ഭരണം സൈനിക നേതൃത്വത്തിൻ്റെ പരോക്ഷ നിയന്ത്രണത്തിലൂടെ കടന്നു പോകുന്നുവെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. അതേസമയം മറുഭാഗത്ത് ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഭീഷണി നേരിടുന്ന എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാനായി യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനം ഈ മേഖലയെ ആകെ കൂടുതൽ സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നാണ് കരുതേണ്ടത്. ട്രംപിൻ്റെ ഈ നീക്കം അതീവ അപകടകരമായ ഒരു ദൗത്യമാണെന്നാണ് വിദേശകാര്യ വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തെ ആകെ ക്രൂഡ് ഓയിൽ വിതരണത്തിൻ്റെ 20% കടന്നു പോകുന്നത് ഈ നിർണായകമായ ജലപാതയിലൂടെയാണ്. അതാണ് ഭാഗികമായി ഇറാൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള ഇന്ധന പ്രതിസന്ധി തന്നെ ഏറെ രൂക്ഷമാക്കിയതും അമേരിക്ക സൈനിക നീക്കത്തിന് മുതിർന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്കൊപ്പം മറ്റു രാജ്യങ്ങളും യുദ്ധക്കപ്പലുകൾ അയക്കുമെന്നാണ് ശനിയാഴ്ച ട്രംപ് പറഞ്ഞത്. ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, UK തുടങ്ങിയ രാജ്യങ്ങൾ ഈ ദൗത്യത്തിൽ പങ്കുചേരുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഏതൊക്കെ രാജ്യങ്ങൾ ഇതിനോട് ഔദ്യോഗികമായി സഹകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. എല്ലാം പ്രതീക്ഷ മാത്രമാണ്. പ്രതിരോധ നയരൂപീകരണ വിദഗ്ധ റോസ്മേരി കെലാനിക് ഈ നീക്കത്തിനെതിരെ അതിശക്തമായൊരു മുന്നറിയിപ്പാണ് നൽകിയത്. കടലിടുക്കിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇറാന് വ്യക്തമായ മേൽക്കൈയുണ്ട്. ഡ്രോണുകൾ മുതൽ മിസൈലുകൾ വരെ ഉപയോഗിച്ചുകൊണ്ട് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താൻ അവർക്ക് സാധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിടുക്കിൻ്റെ ആ വീതി കുറവ് അത് എതിരാളികളെ സംബന്ധിച്ച് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇറാന് അത് നേട്ടമായി മാറുന്നു. തീരത്തുനിന്ന് തന്നെയുള്ള ആക്രമണങ്ങൾ നേരിടുമ്പോൾ കപ്പലുകൾക്ക് പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം പോലും ലഭിക്കില്ല. ഇത് തന്നെയാണ് ആ കടലിടുക്ക് ഒരു മരണക്കെണിയായി മാറുന്നത്. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിൻ്റെ കണക്കനുസരിച്ച് ഫെബ്രുവരി 28 സംഘർഷം തുടങ്ങി ഇന്ന് വരെ പേർഷ്യൻ ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഒമാൻ ഗൾഫ് എന്നിവിടങ്ങളിലായി 17 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഇടപെടൽ ഈ മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി തീർക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. അതല്ലാതെ മറ്റ് പ്രയോജനമൊന്നും തന്നെ സൃഷ്ടിക്കില്ല എന്ന് വേണം വിശ്വസിക്കേണ്ടത്.
അതിനിടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ യുദ്ധം നിർത്താനായി ഇറാൻ തങ്ങളെ സമീപിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് വാദത്തെ തള്ളിയിരിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ ഇന്ത്യയിലെ പ്രതിനിധി അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹി. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും ഇറാൻ തയ്യാറല്ലെന്നും 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിനായി രാജ്യം സജ്ജമായി കഴിഞ്ഞതുമാണ് അദ്ദേഹം പറയുന്നത്. മുൻകാല ഉടമ്പടികൾ ലംഘിച്ച് അമേരിക്ക തന്നെ ആക്രമണങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇനി ഒരു ഒത്തുതീർപ്പിന് താല്പര്യമില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ ഇറാഖ് അനുഭവപരിചയം മുൻനിർത്തി തന്നെ തങ്ങളുടെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഭരണകൂടത്തിൻ്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. വാഷിംഗ്ടണുമായി ടെഹ്റാൻ ചർച്ചകൾക്ക് ആഗ്രഹിക്കുന്നു എന്ന ട്രംപിൻ്റെ വാദമാണ് ഇലാഹി നിഷേധിച്ചത്. ഇറാൻ നിലവിൽ അമേരിക്കയുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവരാണ് ഈ യുദ്ധം തുടങ്ങിയത്. അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മുൻ അനുഭവങ്ങളുണ്ട്. 2 തവണ ഞങ്ങൾ അവരുമായി ചർച്ചകൾ നടത്തി, എന്നാൽ അവർ ഞങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്തത്. ശത്രുക്കൾക്ക് മുന്നിൽ ഇറാൻ കീഴടങ്ങില്ലെന്നും ആവശ്യമെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സംഘർഷത്തെ നേരിടാൻ സജ്ജമാണെന്നുമാണ് ഇലാഹി പറയുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ടാണ് ദീർഘകാലം യുദ്ധം അതിജീവിച്ച ചരിത്രം രാജ്യത്തിനുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ഈ യുദ്ധത്തിൻ്റെ സമയപരിമിതി എന്തായാലും അറിയില്ല, പക്ഷേ തനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്: 5 വർഷത്തേക്ക് വരെ ഇത് തുടരാൻ ഇറാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. സംഘർഷം ഒഴിവാക്കണമെന്ന് ഇറാൻ പലതവണ പല രീതിയിൽ ശ്രമിച്ചു. പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധം ഒഴിവാക്കാൻ സഹായിക്കണമെന്ന് അയൽ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ഒരു യുദ്ധം ഞങ്ങൾ ആഗ്രഹിച്ചതല്ല, ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ ഒക്കെ തന്നെ ഒഴിവാക്കാൻ ഞങ്ങൾ പലതവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ മേഖലയ്ക്ക് ഇനിയൊരു യുദ്ധം കൂടി താങ്ങാൻ കഴിയില്ല എന്നുള്ളത് തങ്ങൾക്കറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിലുള്ള സംഘർഷം ഇറാനിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് ആഗോളതലത്തിൽ തന്നെ പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇലാഹി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. മേഖലയിലെ തടസ്സങ്ങൾ ഊർജ്ജ വില വർധനവ് ഉൾപ്പെടെ അന്താരാഷ്ട്ര വിപണികളെ തന്നെ ഇതിനോടകം ബാധിച്ചു കഴിഞ്ഞു. ആഗോള ഊർജ്ജ വിതരണത്തിനുള്ള പ്രധാന പാതയായിട്ടുള്ള ഹോർമുസിനെ കുറിച്ചും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഗ്യാസ്, പെട്രോൾ, ഓയിൽ എന്നിവയുടെ ദൗർലഭ്യം മൂലം സംഘർഷം പല രാജ്യങ്ങളെയും ബാധിച്ചിരിക്കുന്നുവെന്നുകൂടി അദ്ദേഹം എടുത്തു പറയുകയാണ്. സ്വയം പ്രതിരോധിക്കുക എന്നതല്ലാതെ ഇറാന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്നും അദ്ദേഹം എടുത്തുകാട്ടി.